ദാൽ തടാകത്തിന്റെ കിഴക്കൻ തീരത്ത് നിർമ്മിച്ച ടെറസ്ഡ് മുകളുദ്യാനമായ നിഷാന്ത് ബാഗ് കാണാൻ എത്തിയതാണ് ഞങ്ങൾ. പിർപഞ്ചൽ പർവ്വതനിരയ്ക്ക് താഴെയുള്ള ദാൽ തടാകത്തിന്റെ കരയിലുള്ള നിഷാന്ത് ബാഗ് ഗാർഡൻ പശ്ചാത്തലമായി സബർവാൻ പർവ്വതനിരകളുടെ കാഴ്ചകൾ കൂടിയാവുമ്പോൾ വല്ലാത്ത സൗന്ദര്യമാണ്. എല്ലാ മുഗൾ ഗാർഡനുകളെയും പോലെ നിഷാന്ത് ബാഗിന്റെയും രൂപകൽപ്പനയും പേർഷ്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനത്തിലാണ്. നടുവിലൂടെ ഒഴുകുന്ന മനോഹരമായ ഒരു ജലപാത ഇതിന് ഉണ്ട്. ഇത് പൂന്തോട്ടത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു. റോസാപ്പൂക്കളും ലില്ലികളും പോലുള്ള മനോഹരമായ പൂക്കളാൽ അലങ്കരിച്ച 12 ടെറസുകൾ 12 രാശി ചിഹ്നങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 1633 ഈ ഉദ്യാനം പണി പൂർത്തിയായപ്പോൾ ഷാജഹാൻ ചക്രവർത്തി അതിന്റെ ഗാംഭീര്യത്തെയും സൗന്ദര്യത്തെയും വളരെയധികം പ്രശംസിക്കുകയുണ്ടായി. തന്റെ ഭാര്യാപിതാവായ ആസിഫ് ഖാൻ ഇത് സമ്മാനമായി നൽകുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം കാത്തിരുന്നു. എന്നാൽ ആസിഫ് ഖാൻ അത്തരമൊരു വാഗ്ദാനം നൽകിയിട്ടില്ലാത്തതിനാൽ ഷാജഹാൻ കോപാകുലനായി. ഉദ്യാനത്തിലേക്കുള്ള ജലവിതരണം നിർത്താൻ ഉത്തരവിട്ടു. തുടർന്ന് കുറച്ചു കാലത്തേക്ക് ഉദ്യാനം ശൂന്യമായി കിടക്കുന്ന അവസ്ഥയുണ്ടായി. കാശ്മീർ താഴ്വരയിലെ രണ്ടാമത്തെ വലിയ മുഗൾ ഉദ്യാനമാണ് ഇത്. വലിപ്പത്തിൽ ഏറ്റവും വലുത് ഷാലിമാർ ബാഗാണ്. നിഷാന്ത് ബാഗ് എന്ന ഉറുദു പദത്തിന്റെ അർത്ഥം ആനന്ദത്തിന്റെ ഉദ്യാനം എന്നാണ്. മുഗൾ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളിലൊന്നാണ് നിഷാന്ത് ബാഗ്.